നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റ് സ്റ്റേഷൻ പോയിൻ്റ് സെൻറ്റർ ചെയ്യുക എന്നുള്ളതാണ്. സെൻറ്റർ ചെയ്യുകയെന്ന് പറഞ്ഞാൽ അതിനകത്ത് ആദ്യം ബബിളിൽ ഈ പോയിൻ്റുകൾ നോക്കി ഇൻസ്ട്രുമെൻറ്റ് ആദ്യം ട്രൈപോഡ് ലെവൽ ചെയ്യുക. ട്രൈപോഡ് ലെവൽ ചെയ്തിട്ട് ഇൻസ്ട്രുമെൻറ്റ് ലെവൽ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ബാക്കി സ്റ്റേഷൻ സെറ്റ് ഔട്ട് പോയിൻ്റ്, ബാക്ക് സൈറ്റ്, കോർഡിനേറ്റ്സ് പിക്ക് ചെയ്യുന്ന ഓപ്ഷനിലോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റുക. അതിനകത്തോട്ട് പോയിട്ട് വേണം നമ്മൾ ആദ്യം ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യണം ഫുള്ള്, അതായത് ബബിൾ സെറ്റ് ചെയ്തിട്ട് വേണം ബാക്കി വർക്കിലോട്ട് പോകാനായിട്ട്. അതിനകത്ത് ഇത് ഫസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ഏത് പോയിൻ്റിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിന് സ്റ്റേഷൻ പോയിൻ്റ് എന്നും, നമ്മൾ ബാക്ക് സൈറ്റ് എടുക്കുന്ന പോയിൻ്റ് അതിന് ബാക്ക് സൈറ്റ് എന്നും ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടാമത് എടുക്കുന്ന പോയിൻ്റ് അത് ബാക്ക് സൈറ്റ്. ഈ രണ്ട് പോയിൻറ്റിനെയും ബേസ് ചെയ്തിട്ടായിരിക്കും ഇൻസ്ട്രുമെൻറ്റ് പിന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന വർക്കുകളെല്ലാം ഈ രണ്ട് പോയിൻറ്റിനെ ബേസ് ചെയ്ത്. അത് നമുക്ക് ഈ രണ്ട് പോയിൻറ്റിന് ഓരോ കോർഡിനേറ്റ്സ് കൊടുക്കാം. നമ്മുടേതായിട്ടുള്ള കോർഡിനേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അത് അസ്യൂം ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു കോർഡിനേറ്റ്സിന് കൊടുക്കാം. അപ്പം നോർത്തിങ് ഈസ്റ്റിങ് ഒരു വാല്യൂ കൊടുത്തിട്ട് ഈ വാല്യൂ പ്രകാരം നമ്മൾ ബാക്കി വർക്കുകൾ അതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ചെയ്യേണ്ടത് ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുക. സ്റ്റേഷൻ സെറ്റ് ചെയ്ത് ഇൻസ്ട്രുമെൻറ്റ് ലെവലാക്കി കഴിഞ്ഞതിന് ശേഷം ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനും ബാക്ക് സൈറ്റും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് സ്റ്റേഷൻ്റെ വാല്യൂ കൊടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെഷർമെൻ്റ് എല്ലാം കൊടുത്ത് കോർഡിനേറ്റ്സ് കൊടുത്ത് ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ബാക്കിയുള്ള സെറ്റിംഗ് ഔട്ട് കോർഡിനേറ്റ്സ് നമുക്ക് പിക്ക് ചെയ്തെടുക്കാം. ഓരോ കോർഡിനേറ്റ്സ് നമുക്ക് പ്ലോട്ട് ചെയ്ത് എടുക്കുന്നത് നമുക്ക് ഓരോ ജോബിലോട്ട് നമുക്ക് സെലക്ട് ചെയ്ത് ഈ കോർഡിനേറ്റ്സിനെല്ലാം നമുക്ക് അതിനകത്ത് ഫീഡ് ചെയ്തിട്ട് അത് നമുക്ക് നേരെ ലാപ്ടോപ്പിലോട്ട് ആ പോയിൻറ്റ്സ് കൺവേർട്ട് ചെയ്തെടുക്കാം.